എങ്ങനെയാണ് ദേശം അല്ലേ? കടലും അല്ലേ പുഴയും അല്ലേ ഒത്തുപിരിഞ്ഞിരിക്കുന്ന ഒരു ദേശം. അങ്ങനെ ഇരിക്കുന്ന ഒരു ദേശത്തിൻ്റെ അകത്ത് നിങ്ങൾ ഗുരുവായി കരുതുന്ന മുനി അല്ലേ പാലുള്ള വൃക്ഷത്തിൻ്റെ കീഴിൽ അല്ലേ തപസ് ചെയ്തു. ആ തപസ് ചെയ്യുന്നത് കണ്ട നേരം പന്നകം നൃത്തം ചെയ്തത് കൊണ്ട് പാമ്പാടിയാറിൽ നിന്നിരിക്കുന്ന ഒരു നാമധേയം വന്നു അല്ലേ. മൃത്യു അടങ്ങാതെ നാഗമാണെങ്കിൽ അല്ലേ, ജീവനുള്ള നാഗമാണ്. ഇതിന് മൃത്യുവില്ല അല്ലേ, അതല്ലേ അതിൻ്റെ സത്യം. അങ്ങനെയുള്ള നാഗമാണ് അല്ലേ. അങ്ങനെ ഈ ദേശത്തിനെ സംരക്ഷിച്ചു പോരുന്നതായിരിക്കുന്ന അല്ലേ. ഇവിടെ ജാതി മത വ്യവസ്ഥയൊന്നുമില്ല അല്ലേ. ഏവരും ഇവിടെ വന്ന് പ്രാർത്ഥന ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ രൂപം. അങ്ങനെയാണ് രക്കാങ്കീരക്കാമതരാമല്ലേ അങ്ങനെ ഇരിക്കുന്ന ഒരു മാതാവ് അല്ലെ രക്തേശ്വരിക്ക് അല്ലെ എന്നാണ് നാഗേശ്വരിക്ക് അഭിഷേകം നടത്തിയിരിക്കുന്ന ഒരു ഭൂമി തന്നെയാണ്. അപ്പോ അല്ലേ ഈ എന്നാൽ സർവ്വതും അല്ലെ സർവവ്യാപിയായിരിക്കുന്ന അല്ലെ ലോകനാഥനും ഒപ്പം പുറംകാലനും അല്ലെ. എങ്ങനെയാണ് അസകുളിക ക്രൂരതരാം കനീശതാം രസാത്മജാം ഗലംഭാവം സർപ്പാകൃതിരദ്വിഗ്രാം നികന്തതേ മൃത്യുവകല സംഹാരി. അഞ്ജനത്തിൽ നിലവുള്ളവനും മഷിതൻ മെയ്യിലടഞ്ഞവനും സർവാകം വിഷമയമായവനും അധിഗ്ര ക്രൂര സ്വഭാവമുള്ളവൻ തന്നെയാണ് അല്ലേ. അങ്ങനെ ഇരിക്കുന്ന ദൈവാദിനങ്ങൾ അല്ലെ നാട്ടുപരദേവതയും കുടികൊണ്ടുപോന്നിരിക്കുന്ന ഒരു മണ്ണ് തന്നെയാണ് അല്ലേ. എങ്ങനെയാണ് ആദ്യം ഇവിടെ അല്ലായിരുന്നു അല്ലേ, തറവാട്ടിലല്ലായിരുന്നു കർമ്മങ്ങളൊക്കെ അല്ലേ. അത് അങ്ങനെ ഇവിടെ വന്ന് ചേർന്നു അല്ലേ. ആ ഗുരുവിനെ തന്നെയാണ് നിങ്ങളെന്നും പരിപാലനം ചെയ്തു പോരുന്നത് അല്ലേ. അങ്ങനെ ഇരിക്കുന്ന ഒരു മാതാവ് ഇവിടെ ഈ ഭൂമിക്കകത്ത് അല്ലേ അവധൂതമാത അല്ലേ. അതുകൊണ്ട് ഇവിടെ അല്ലേ ഇവിടെ തന്നെ സ്ഥിതി ചെയ്തിരിക്കുന്ന അല്ലേ അവധൂതമാതയടക്കം അല്ലേ സ്ഥിതി ചെയ്തു പോരുന്നതായിരിക്കുന്ന ഭൂമി തന്നെയാണ് അല്ലേ. ആയിരിക്കട്ടെ എങ്കിൽ അനവധി വിശേഷം ചെയ്യണ വേണ്ട അല്ലേ. സംസാരം അല്ലേ കർമ്മത്തിന് വേണ്ടിയാവാം, ആർഭാടത്തിന് വേണ്ടിയാവണ്ട. എന്നാൽ തിരിച്ചു വെച്ച് പോരാം ഞാൻ. ശ്രീ മഹാദേവ പോലെ